ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സേറ. നിങ്ങളെല്ലാവരും തമ്മിൽ കണ്ട പോലെ തന്നെ ഞാനിന്നൊരു ഫോട്ടോഗ്രാഫി റിലേറ്റഡ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള ഫോട്ടോഗ്രാഫി ടെക്നിക്സും പിന്നെ ചില ഈസി ഡ്രോയിങ് ടിപ്സും ഒക്കെ ആയിരിക്കും ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ മെയിനായിട്ടും ഷെയർ ചെയ്യാം. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. നേരത്തെ പിക്ചേഴ്സിൽ കണ്ട ആ വാട്ടർ ഡ്രോപ്പിൻ്റെ പിക്ക് ഞാൻ എങ്ങനെയാണ് എടുത്തതെന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഭംഗിയുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു വാട്ടർ ഡ്രോപ്പിനെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ അവിടെ വളരെ കുറച്ച് വാട്ടർ ഡ്രോപ്സേ ഉള്ളൂ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്പുട്ട് കിട്ടത്തില്ല. അപ്പം ഞാൻ വേറൊരു വാട്ടർ ഡ്രോപ്പിനെ ലക്ഷ്യമാക്കി പോയി ആൻഡ് മറ്റൊരെണ്ണം കണ്ടു. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഒരുപാട് വാട്ടർ ഡ്രോപ്സ് ഇങ്ങനെ അടുങ്ങിയിരിപ്പുണ്ട്. അപ്പോഴും നമുക്ക് ഭയങ്കര ക്ലംസി ആയിട്ട് തോന്നും. അപ്പോൾ ഞാൻ വേറൊരെണ്ണം നോക്കിപ്പോയി. അറ്റ് ലാസ്റ്റ് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള കുറച്ച് ഭംഗിയിലൊക്കെയുള്ള നല്ല ഷേപ്പൊക്കെ ഉള്ള കുറച്ച് വാട്ടർ ഡ്രോപ്സ് എനിക്ക് കിട്ടി. പക്ഷേ അത് ഔട്ട് ഓഫ് ഫോക്കസാണ്. ക്യാമറയുടെ ഓട്ടോ ഒക്കെ ഞാൻ കൊടുത്തു നോക്കി, പക്ഷേ പറ്റാത്തതുകൊണ്ട് ഞാൻ ക്യാമറയിലുള്ള പ്രോ മോഡ് ഓൺ ചെയ്തിട്ട് ഫോക്കസ് ഏറ്റവും കുറച്ച് കൊടുത്തു. എന്നിട്ട് ഞാനതിങ്ങനെ ഫോക്കസ് ചെയ്ത് നോക്കി. സോ അത്യാവശ്യം നല്ല രീതിക്ക് എവിടെയാണോ നമ്മുടെ വാട്ടർ ഡ്രോപ്സ് കിട്ടുന്നത് ആ ഒരു ആംഗിളിൽ വെച്ചിട്ട് നമുക്കത് സെറ്റ് ചെയ്യാം. അത്യാവശ്യം നല്ല രീതിക്ക് ലൈറ്റുള്ള സമയത്താണ് ഞാനിത് എടുക്കാൻ പോയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാട്ടർ ഡ്രോപ്സിലൊക്കെ ലൈറ്റ് ഓവറായിട്ട് വീഴുന്നുണ്ട്. അതിൻ്റെ ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു വിസിബിലിറ്റിക്ക് ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എക്സ്പോഷർ കുറച്ചിടുകയാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ വിസിബിളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലുള്ള കുഞ്ഞു ഫോട്ടോഗ്രാഫി ടിപ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ ഞാൻ അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ഓക്കെ ആയിട്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് ക്ലിക്ക് ചെയ്തു. ക്യാമറ കുറച്ചും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ ക്ലിക്ക് ചെയ്തു. ഇതുപോലെ പല ആംഗിൾസ് നിങ്ങൾ കുറച്ച് ക്ലിക്സ് എടുക്കുക. ആ ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുന്നതിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ഫോട്ടോ നമ്മുടെ ലൈറ്റ് ഇമ്പോർട്ട് ചെയ്യുക ആൻഡ് അത് ഓപ്പൺ ആക്കുക. അഡോബ് ലൈറ്റ് പറ്റി പറയാൻ ഒരുപാടുണ്ട്. ഇഫ് യു പ്രിഫർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വേറെ വീഡിയോ ചെയ്യാം, കമൻറ്റ് ചെയ്താൽ മതി. സോ ഫസ്റ്റ് നമുക്ക് നമ്മുടെ പിക്ചർ നന്നായിട്ടൊന്ന് ഫോമാറ്റ് ചെയ്യണം. സോ അതിന് ഞാനൊന്ന് ക്രോപ്പ് ചെയ്യാൻ പോവാണ്. ഒരുപാട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഷേപ്സ് ഉണ്ട്. അപ്പോൾ അതിലൊരു സ്റ്റാൻഡേർഡാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്, 3x4 എന്ന് പറഞ്ഞിട്ടുള്ളൊരെണ്ണം. ഇപ്പോൾ ക്രോപ്പ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം നമ്മുടെ ഒരു വാട്ടർ ഡ്രോപ്പ് വിസിബിളായിട്ട് അത് പ്രോമിനൻ്റ് ആയിട്ട് നമ്മുടെ പിക്ചറിൽ കാണണം. കാരണം അതാണ് നമ്മുടെ സ്റ്റാർ ഓഫ് ദി ഫോട്ടോ എന്ന് പറയുന്നത്. ആദ്യം തന്നെ നമുക്കിതിൻ്റെ ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. സോ അതിനായിട്ട് നമ്മൾ ലൈറ്റ് കൊടുക്കുമ്പോൾ അതിനകത്ത് എക്സ്പോഷർ എന്ന് പറഞ്ഞ ഫസ്റ്റ് ഓപ്ഷൻ കാണാൻ പറ്റും. ഓൾറെഡി നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഈ എക്സ്പോഷർ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു. സോ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ഞാനത് കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ട്. അതുപോലെ കോൺട്രാസ്റ്റ്, ഹൈലൈറ്റ്, ഷാഡോസ് എന്ന് പറഞ്ഞ ഓരോ ഓപ്ഷൻസ് ഉണ്ട്. അത് എത്രയൊക്കെയാണ് ഞാൻ കൊടുക്കുന്ന അളവുകളെന്നുള്ളത് മുകളിൽ എഴുതി കാണിക്കാം. മുകളിലേക്ക് കാണാൻ പറ്റും അതിൻ്റെ ഷാഡോസ് എന്ന് പറഞ്ഞിട്ട് ഓരോ ഓപ്ഷൻസും എത്രയൊക്കെയാണ് കൊടുക്കുന്നതെന്ന് മുകളിൽ കാണാൻ പറ്റും. ഏകദേശം ഞാൻ കൊടുക്കുന്നതിനടുപ്പിച്ച് വരുന്നത് നിങ്ങളുടെ പിക്ചറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എമൗണ്ട് തന്നെ ഓരോ ഓപ്ഷൻസിനും കൊടുക്കാൻ നോക്കുക. ഓരോ ടൂളും എന്തൊക്കെയാണ്, അത് എത്രയൊക്കെ കൊടുക്കണം എന്ന് എനിക്ക് ഓരോന്നും പറയണം എന്നുണ്ട്. പക്ഷേ ഓരോന്നും പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി പോകുന്നുള്ളതുകൊണ്ടാണ് പറയാത്തത്. ലൈറ്റ് റൂമിൻ്റെ ഓരോ ടൂൾസും എങ്ങനെയൊക്കെയാണ്, അതിന് എങ്ങനെയൊക്കെ യൂസ് വരും, എന്തൊക്കെ ചെയ്താൽ നമുക്ക് എങ്ങനെയൊക്കെ പിക്ചേഴ്സ് കിട്ടും എന്നുള്ള സംഭവം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്തായാലും ചെയ്യാം. ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് കഴിഞ്ഞതിന് ശേഷം കളേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻസിൽ പോവാം. ഇതിൽ മിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ ഈ കൊടുത്തേക്കുന്ന ഓരോ കളേഴ്സും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മുടെ പിക്ചറിൽ മെയിനായിട്ട് ഒരു യെല്ലോ ഷെയ്ഡും വരുന്നുണ്ട്, ഒരു ഗ്രീൻ ഷെയ്ഡും വരുന്നുണ്ട്. സോ ഞാൻ ആ 2 കളേഴ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി കളേഴ്സ് വേണമെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം, പക്ഷേ വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന 2 കളേഴ്സാണ് ഞാനിവിടെ ചേഞ്ചസ് വരുത്തുന്നത്. ഞാനിപ്പോൾ 2 സൈഡിലും വെച്ചിട്ട് എൻ്റെ എക്സ്ട്രീംസ് കാണിക്കുന്നുണ്ട്. 2 സൈഡിലും വെച്ച് എങ്ങനെയായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വരിക എന്നുള്ളത്. കുറച്ച് ഗ്രീനിഷ് ആൻഡ് മൂഡി ഷെയ്ഡ്സ് ആയിരിക്കും ഇതുപോലെയുള്ള പിക്ചറിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുണ്ടാവുക. സോ ഞാനിപ്പോൾ വെക്കുന്ന ആ ബാലൻസിൽ തന്നെ കളേഴ്സ് വെക്കാനായിട്ട് നോക്കുക. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്ക്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിക്ക് ഒരു ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. നമ്മുടെ പിക്ചറിന് ഒരു മൂഡി ഷെയ്ഡ് കിട്ടാനായിട്ട് ഗ്രീനിൻ്റെ ലൂമിനൻസ് ഞാൻ ഏറ്റവും കുറച്ചാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. സോ ഓരോന്നും ചേഞ്ച് ചെയ്യുമ്പോൾ ഉള്ള ഡിഫറൻസ് നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ കാണാൻ പറ്റും. അതിൽ നിങ്ങളെടുത്ത ക്ലിക്കിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലിക്ക് സെലക്ട് ചെയ്യുക. മിക്സിൻ്റെ ബാക്ക് വെച്ച് കളേഴ്സിലോട്ട് വരുമ്പോൾ അവിടെ ടിൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, വോംത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇതൊരു കളറിലോട്ട് പോകാമെന്നുള്ളതിനേക്കാളും നമുക്ക് ഏതാണോ ഇംബാലൻസ് ആയിട്ടിരിക്കുന്ന കളർ, ആ കളർ ബാലൻസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അടുത്തതായിട്ട് എഫക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ട് പോകാം. അതിനകത്ത് ടെക്സ്ചർ അഡ്ജസ്റ്റ് ചെയ്യാം, ക്ലാരിറ്റി, ഡീഗേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്.
അപ്പോൾ ആദ്യം ഞാൻ ഡീഹേസ് കൊടുത്തു. അധികം പ്രോമിനൻ്റ് ആയിട്ടല്ലാത്ത സ്ട്രക്ചേഴ്സ് നമ്മുടെ പിക്ചറിലുണ്ടെങ്കിൽ അതൊന്ന് പ്രോമിനൻ്റ് ആക്കുക എന്നുള്ളതാണ് ഡീഹേസ് ടൂളിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. കാരണം ഞാൻ വിനേറ്റ് ഓപ്ഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിനേറ്റ് ഓപ്ഷനിൽ ഞാൻ ഫെദറൊക്കെ മാക്സിമം കൂട്ടിയിടുകയാണ്. സോ നമുക്കൊരു ഡിഫറൻസിയേഷൻ ഉണ്ടാവില്ല. 4 വശത്ത് മാത്രം ബ്ലാക്ക് ആയി പോയി എന്നുള്ളൊരു ഡിഫറൻസിയേഷൻ ഉണ്ടാവാതെ അത് കുറച്ച് ഷെയ്ഡായിട്ട് ഫെദർ പോലെ കിടന്നോളൂ. പിന്നെ ടെക്സ്ചറും ക്ലാരിറ്റിയും അത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട 2 ടൂളാണ്. കാരണം നമ്മുടെ ക്യാമറയ്ക്ക് ക്ലാരിറ്റി കുറവാണെങ്കിൽ ഒരു പരിധി വരെ ഇത് ഓക്കെയാണ്. പക്ഷേ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പിക്ചറിൻ്റെ ഭംഗി കംപ്ലീറ്റ് അത് കളയും. സോ അതൊരു വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്യുക. സോ അത് കഴിയുമ്പോഴത്തേക്കും ഏകദേശം എൻ്റെ പിക്ചറിൻ്റെ എഡിറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ബിഫോർ ആൻഡ് ആഫ്റ്റർ നമുക്ക് കാണാൻ പറ്റും. സോ എല്ലാവർക്കും ഈ ഒരു ട്യൂട്ടോറിയൽ ആൻഡ് എഡിറ്റിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ പിക്ചേഴ്സ് എനിക്ക് ഷെയർ ചെയ്യാം. ഞാൻ എൻ്റെ ID ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. Thank you so much for watching. Please do like, share and subscribe and comment your feedbacks.